ആരാന്ന് ഈ പറഞ്ഞത്? തന്റെ മരുമോള് അല്ലാണ്ടാ. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? സത്യം പറഞ്ഞാ പോരായിരുന്നു. മുഹമ്മദ് കുട്ടി, നിങ്ങള് വേണമെങ്കിൽ ഇന്നെ കൊന്നോളി, പക്ഷെ എന്റെ ആദരക്കുട്ടിനെ ഒന്നും ചെയ്യരുത്. പടച്ചോനോർത്ത് നിങ്ങളോളം വെറുതെ പിടി. സാഹിബ് വിഷമിക്കണ്ട, ഞങ്ങൾ അവളെ ഒന്നും ചെയ്തില്ല. അത്രയ്ക്ക് സുന്ദരിയല്ലേ അവള്. ചുമ്മാ സംസാരിച്ചോണ്ടിരുന്നു. ദേ ഇപ്പൊ സാമി സംസാരിച്ചോണ്ടിരിക്കുക. അത് കഴിയുമ്പോ വേണമെങ്കിൽ സാഹിബിനും സംസാരിക്കാം. എന്താ നോക്കുന്നോ? തന്നോട് ഇനി വേദമോതിയിട്ട് കാര്യമില്ല. വാപ്പയും മോനെ മാത്രമല്ല, തന്റെ കുടുംബത്തിലുള്ള സകലതിനും പിച്ചി ചീന്നി കൊല്ലും ഞങ്ങള്. അല്ലെങ്കിൽ പറ, അബു എവിടെയാണ്? തന്തക്ക് പുറന്നവനാണെങ്കിൽ ബെക്കടാ പെടി. സാഹിബിനെ കൊല്ല ഉസുറുള്ള ആൺകുട്ടിയാണെങ്കിൽ ബെക്കടാ ബെക്കടായി.
എന്നൊന്നും ചെയ്യില്ലേ? അയ്യോ കറിയാച്ച, അന്ത്യാഭിലാഷം വല്ലതുണ്ടെങ്കിൽ ഇപ്പം പറയണം. മനസ്സിലായില്ലേ? ഈ അന്ത്യാഭിലാഷമേ ചാകുന്നതിന് മുമ്പ് വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ എന്തെങ്കിലുമോ കഴിക്കണമെന്ന്. എന്താ കറിയാച്ചന് പേടിയുണ്ടോ മരിക്കാൻ? ഇതൊരു സുഖമുള്ള ഏർപ്പാടാ. കഴുത്തിൽ കൊലക്കേറി വീഴുമ്പോഴുള്ള സുഖം അനുഭവിച്ചറിയേണ്ടതാ. ഞാനത് അനുഭവിച്ചതാ കറിയാച്ച. അത് കണ്ട് കറിയാച്ചൻ ഒരുപാട് ചിരിച്ചതല്ലേ? ഒക്കെ എന്റെ ബുദ്ധിമോശ. എന്നെ കൊല്ലല്ലേ അബു, എന്നെ കൊല്ലല്ലേ. കറിയാച്ചന് ജീവിക്കാൻ മോഹമുണ്ടല്ലേ? എന്റെ പൊന്നബൂക്കറെ, എനിക്ക് ജീവിക്കണം. എന്നെ കൊല്ലല്ലേ. എങ്കിൽ പറ, ആരാണ് സപ്പർ? എന്റെ പാറ മാതാവാണ്. എനിക്ക് സപ്പറിനെ അറിയില്ല. മുഹമ്മദ് കുട്ടിക്ക് മാത്രമേ അയാളെ അറിയാവൂ. തെറ്റുകൾ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് കോടിക്കണക്കിന് ഞാൻ സമ്പാദിച്ചിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ നിനക്ക് തരാം. എന്റെ ജീവൻ മാത്രം എനിക്ക് തിരിച്ചു തരണം. നിന്റെ ജീവൻ നിനക്ക് തിരിച്ചു വേണമല്ലേ? തരാം. പകരം തളിയുരമ്പലത്തിൽ വെന്തു മരിച്ച നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ ആയിഷമോളുടെ ജീവൻ നീ തിരിച്ചു തരുമോ? തൊട്ടപ്പുറത്തെ മുറിയിൽ പിച്ചു ചിന്തിയിട്ടിരിക്കുന്ന എന്റെ ആതിരയുടെ ജീവൻ നീ തിരിച്ചു തരുമോ? തരുമോ? പിറന്ന നാടിന്റെ മാറിൽ കുഴിബോംബുകൾ പാകി കൂടപ്പിറപ്പുകളെ ചുട്ടരിക്കാൻ ശത്രുരാജ്യത്തിന്റെ വിഹിതം പറ്റിയവനാണ് നീ. നിന്റെ ആ ദുഷിച്ച നാവുകൊണ്ട് തന്നെ വിളിക്ക്. വന്ദേ മാതരം വിളിക്കടാ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. കണ്ടായി, മുന്തിയ പോലീസ് ഓഫീസറാണ്. കിടന്ന ആടന ആട്ടം കണ്ട. അടുത്ത നീയാണ്. സാഹിബേ, എനിക്ക് മാപ്പ് തരണം. എങ്കിൽ പറ, നിന്റെയൊക്കെ മുകളിലിരിക്കുന്ന ആ രാജ്യദ്രോഹി ആരാ? സപ്പർ. എനിക്കറിഞ്ഞൂടാ. നിനക്ക് മാത്രമേ അറിയുന്ന ഐജി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഈ നോക്കിക്കാണ്ട് ഈ നായിന്റെ മോനെയും കൂടെ അങ്ങോട്ട് തൂക്ക്. പൊന്നു സാഹിബേ, ചതിക്കരുത്, എന്നെ കൊല്ലരുത്. സപ്പർ ആരെന്ന് ഞാൻ പറയാം.